ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ 4ാമത്തെ മൊഡ്യൂളാണ്. നമ്മൾ ഓഫ്ലൈൻ ആയിരുന്ന സമയത്ത് മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചതാണ്. അതിൽ കുറച്ചും കൂടെ പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് പുതിയൊരു മൊഡ്യൂൾ തുടങ്ങാം. അതാണ് 4ാമത്തെ മൊഡ്യൂള്. മൊഡ്യൂളിൻ്റെ പേരാണ് എസ്റ്റിമേഷൻ ഓഫ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. ബൾക്കായിട്ട് ഇലക്ട്രിക്കൽ എനർജിയെ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ പ്ലാന്റിൽ നിന്ന് വിവിധ സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം. അതായത് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, അത് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിക്കൽ എനർജീനെ ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേഷൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ധാരാളം ലൈൻസ് ഇൻ്റർകണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനെ, ഈ മൊത്തം കുറേ ട്രാൻസ്മിഷൻ ലൈൻസും ചേർന്നിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഗ്രിഡ് എന്ന് പറയുന്നത്. ഒരു ഗ്രിഡ് എന്ന് പറയുന്നത് ധാരാളം കണക്ഷൻസ് ഉള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. അവിടുന്ന് ആയിരിക്കും നമ്മൾ ഓരോ റീജിയണിലേക്കുള്ള കണക്ഷൻസും ടാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക. മേജർലി 2 തരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓവർഹെഡ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. നമ്മളിതിൽ മിക്കവാറും ഉപയോഗിക്കുന്നത് ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. കാരണം എന്താ വെച്ചാൽ അണ്ടർഗ്രൗണ്ട് കേബിൾസ് വഴി പവർ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റിനെല്ലാം ചേർത്തിട്ട് 4 മുതൽ 10 മടങ്ങ് വരെ കോസ്റ്റ് ഈ ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം സാധാരണ യൂസ് ചെയ്ത്. അതായത് ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനേക്കാളും 4 മുതൽ 10 മടങ്ങ് വരെ കോസ്റ്റ് വേണ്ടി വരും അണ്ടർഗ്രൗണ്ട് കേബിൾ സിസ്റ്റത്തിലൂടെ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നതും എന്തിനാണ്? ഈ കണ്ടക്ടേഴ്സിനാണ്. ഈ കണ്ടക്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. എത്രമാത്രം പവറാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നനുസരിച്ചാണ് ഓരോ കണ്ടക്ടേഴ്സും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സിൻ്റെ സൈസും ഷേപ്പും എല്ലാം അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അലുമിനിയം കോയിൽ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് ആണ് നമ്മൾ കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് ആണ് നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ കണ്ടക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിലൂടെയുള്ള കറണ്ടിനനുസരിച്ചാണ് ഓരോ കണ്ടക്ടേഴ്സും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നതും ഇതിൽ കണ്ടക്ടേഴ്സിനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് 2 തരത്തിലുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. ഓവർഹെഡ് ലൈനും ഉണ്ട്, അണ്ടർഗ്രൗണ്ട് കേബിളും ഉണ്ട്. അണ്ടർഗ്രൗണ്ട് കണക്ഷനിൽ കോസ്റ്റ് കൂടിയതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓവർഹെഡ് ലൈൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇനി നോക്കിക്കേ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ബിറ്റ്വീൻ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? ജനറേറ്റിംഗ് സ്റ്റേഷനും കൺസ്യൂമേഴ്സിനും ഇടയ്ക്ക് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്ക്സ് ആണ് എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നുള്ളതും ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. ആ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ആ ഇലക്ട്രിസിറ്റി നമ്മളെ വീടുകളിലേക്കും കുറേ പേർപ്പസിനൊക്കെ വേണം. അത് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത് എവിടെ നിന്നാണ്? ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്നാണ് അത് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലോട്ട് നമ്മൾ സപ്ലൈ കൊണ്ടുവരുന്നത് ആരാ? ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പോൾ ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്കാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി
Transmission lines carry power at high voltage such as 11 kV, 33 kV, 66 kV, 110 kV, 132 kV, 220 kV or 400 kV over a long distance from the generating station to the major load centers or receiving station or substation. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് കുറേ തരത്തിലുണ്ട്. 11 kV ഉണ്ട്, 33 kV ഉണ്ട്, 66 kV ഉണ്ട്, 110 kV ഉണ്ട്, 132 kV ഉണ്ട്, 220 kV ഉണ്ട്, 400 kV ഉണ്ട്. അത് നമ്മളുടെ റിലയബിലിറ്റി, അതായത് നമുക്ക് എത്ര വോൾട്ടേജ് ആണ് അന്ന് കിട്ടേണ്ടതെന്നനുസരിച്ചാണ് നമ്മൾ ഓരോന്നും അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. 11 kV സബ്സ്റ്റേഷൻസ് ഉണ്ട്, ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഓരോന്നും നമ്മൾ എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഹൈ വോൾട്ടേജിലായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ലോ വോൾട്ടേജിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റനുവേഷനൊക്കെ സംഭവിച്ച് സിഗ്നൽ ലോസ്റ്റ് ആവാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് നമ്മൾ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി ദ പവർ ഈസ് സപ്ലൈഡ് ടു ദ വേരിയസ് കൺസ്യൂമേഴ്സ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്രം ദ സെക്കൻഡറി സബ്സ്റ്റേഷൻ ബൈ മീൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ആണെങ്കിലും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് നമുക്ക് ലോ വോൾട്ടേജ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഹൈ വോൾട്ടേജിന് ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലോട്ട് കൊടുക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്നാണ് നമ്മൾ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് ടാപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇസ് ഓൾസോ ക്യാരിഡ് ഔട്ട് മീൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓവർഹെഡ് ലൈൻ മാത്രമല്ല അണ്ടർഗ്രൗണ്ട് കേബിൾസും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പവർ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾസ് വഴിയും ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലുള്ള മേജർ കോമ്പണൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം, അത് കഴിഞ്ഞിട്ടൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓരോന്നിനെ കുറിച്ചും പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ അടിത്തറ, അതായത് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള തിങ്ങാണ് എന്തെന്ന് പറയുന്നത്, ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത്. ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉള്ള സപ്പോർട്ട്സ്. അതെന്തായിരിക്കും? പോൾസ് ആയിരിക്കും. പോൾ പോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഓരോ പോൾസ് ആയിരിക്കും നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഏരിയ അനുസരിച്ചും റീജിയൻ അനുസരിച്ചും വോൾട്ടേജിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ടവേഴ്സ് ആവും അല്ലെങ്കിൽ പോൾസ് ആയിരിക്കും. ടവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഗ്രിഡ് സെക്ഷനിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണുന്നത് ടവേഴ്സ് പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ സപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ തിങ് ആണ്. അത് പോൾസോ അല്ലെങ്കിൽ ടവേഴ്സോ ആയിട്ടായിരിക്കും കാണുന്നത് സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് കണ്ടക്ടറിനെ ക്യാരി ചെയ്യാനുള്ള ഒരു സംഭവമാണ് സപ്പോർട്ട്സ്. ഈ സപ്പോർട്ടിലായിരിക്കും നമ്മൾ ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോൾ ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു സപ്പോർട്ടായിട്ടുള്ളതാണ് നമ്മുടെ പോൾസ്, ടവേഴ്സ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ക്യാരി ചെയ്യില്ല എന്ന് പറയാം. അപ്പോൾ ഈ ഇൻസുലേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത് പോൾസിൻ്റെ നിയർ ബൈ ആയിട്ടായിരിക്കും ഇൻസുലേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇൻസുലേറ്റേഴ്സിലൂടെ ആയിരിക്കും കണ്ടക്ടേഴ്സ് പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഈ ഹൈ കറണ്ട് നമ്മളെ പോളിലോട്ട് ട്രാൻസ്ഫേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഇൻസുലേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടവേഴ്സിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കൂടെ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ അതുമെന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ? ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇൻസുലേറ്റേഴ്സാണ് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ധാരാളം ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ചെണ്ണമാണ്. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഈ സ്ട്രെയിൻ ടൈപ്പ് പോലത്തെ തന്നെയാണ് ഡിസ്ക് ടൈപ്പ് ഉള്ളതും. പിന്നെ ഷാക്കിൾഡ് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഈ ഇൻസുലേറ്റേഴ്സ് ഒക്കെ എന്തിനാന്ന് വെച്ചാൽ കണ്ടക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു കോമ്പോണൻ്റ് ആണ് ക്രോസ് ആംസ് ആൻഡ് ക്ലാംസ് എന്ന് പറയുന്നത്. ഈ ക്രോസ് ആംസ് ആൻഡ് ക്ലാംസ് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പോൾസിൻ്റെ ഏറ്റവും മുകളിലത്തെ സെക്ഷനിൽ ഒരു വെർട്ടിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ത്?
ഹൊറിസോണ്ടലായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ത് ഒരു പോളിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ കാണാൻ പറ്റും. ആ ലൈനിനെയാണ് നമ്മൾ ക്രോസ് ആംസ് എന്ന് പറയുന്നത്. ആ ക്രോസ് ആംസ് എന്തിനാണ്? ഈ ക്രോസ് ആംസിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഇൻസുലേറ്റേഴ്സ് രണ്ട് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ക്രോസ് ആംസിന്. അതിൻ്റെ ഫിഗർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ക്രോസ് ആംസ് എന്ന് പറയുന്നത് പോൾസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ക്രോസ് ആംസ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ആംസ് യൂസ് ചെയ്തത്. അതായത് ഇൻസുലേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ആമിലാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത് അത് എത്രത്തോളം കറണ്ട് ക്യാരി ചെയ്യുന്നു, അത് എത്രത്തോളം നമുക്ക് ടെൻസൈലാണ്, അതായത് അത് എത്രത്തോളം നമുക്ക് ആ ഒരു കറണ്ട് ക്യാരി ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഓരോ കണ്ടക്ടറും നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് കണ്ടക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റത്തെയാണ് ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറയുന്നത്. ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോൾസിൻ്റെ ഒരു രണ്ട് വശം ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു വശത്ത് ഒരു കമ്പി വലിച്ചു നീട്ടി താഴത്തോട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൈ എന്നുള്ള പേര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതായത് ദ നെയിം ഗൈ വയർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം ഗൈ. അപ്പോൾ ഗൈ വയർ എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഗൈ എന്നുള്ള ഒരു ടേം എന്നാണ്. ആ ഗൈ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കയർ എന്ന് പറയാം, അല്ലെങ്കിൽ കോഡ്, ഞാൺ എന്ന് പറയാം, കേബിൾ എന്ന് പറയാം. അപ്പോൾ ഈ ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്, ഞാണ് അല്ലെങ്കിൽ കയർ എന്നൊക്കെ പറയുന്ന ഒരർത്ഥമാണ്. അതായത് പോൾസിൻ്റെ ഒരു ഭാഗത്ത് ഒരു ആംഗിളിൽ നമ്മൾ ചെരിച്ച് അതിനെ വലിച്ച് കെട്ടിയിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് സാധനങ്ങളെ ഗൈഡ് ചെയ്യാനും സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഗൈസിന് എപ്പോഴും എന്തായിരിക്കും? ഇസ് എ ടെൻഷൻഡ് കേബിൾ ആയിരിക്കും. ദാറ്റ് ഇസ് ബോത്ത് ലൈറ്റ് വെയ്റ്റ്. ടെൻഷൻഡ് കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടിയിട്ട് നമ്മൾ എത്രയായാലും അത് ബ്രേക്ക് ആവില്ല എന്നുള്ളതാണ് ടെൻഷൻഡ് കേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അതാണ് ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറയുന്നത്. ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറഞ്ഞാൽ ഒരു പോളിൻ്റെ ഒരു വശത്ത് വലിച്ചു നീട്ടിയിട്ട് നമ്മൾ എർത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈസ് ആൻഡ് സ്റ്റേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് ലൈറ്റനിങ് അറസ്റ്റേഴ്സ്. ലൈറ്റനിങ് അറസ്റ്റേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലൈറ്റനിങ് അറസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റനിങ് കാരണം എന്തുണ്ടാവും? കുറേ ഹൈ വോൾട്ടേജ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്തിലൂടെയാണ്? എർത്തിലേക്കാണ് ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ലൈറ്റനിങ് അറസ്റ്റേഴ്സ് വെച്ചിട്ട് അതിനെ to discharge the high voltage induced on the line to the earth. എർത്തിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് കളയാനുള്ള ഒരു സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്? ലൈറ്റനിങ് അറസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഫ്യൂസസ് ആൻഡ് ഐസൊലേറ്റേഴ്സ് എന്ന് പറയും. ഈ ഫ്യൂസസ് ആൻഡ് ഐസൊലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തിനാ? ടു ഐസൊലേറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓർ സെക്ഷൻ ഓഫ് എ ലൈൻ. അതായത് ഒരു സെക്ഷനെയോ അല്ലെങ്കിൽ കുറച്ച് പാർട്സിനെയോ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്യൂസസ് ആൻഡ് ഐസൊലേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതെന്തിനാ? ആ ഒരു ലൈനിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കി കളയണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഐസൊലേറ്റേഴ്സ്. അതുപോലെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ഷട്ട് ഡൗൺ ചെയ്ത് കൊടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഫ്യൂസസ് അല്ലെങ്കിൽ ഐസൊലേറ്റേഴ്സ് എന്നൊക്കെ. ഇനി അടുത്തതാണ് എർത്ത് വയർ എന്ന് പറയുന്നത്. എർത്ത് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇറ്റ് റൺ ഓൺ ദ ടോപ്പ് ഓഫ് ദ ടവർ ഓർ ലൈൻ ടു പ്രൊട്ടക്ട് ദ ലൈറ്റ്സ് എഗെയിൻസ്റ്റ് ലൈറ്റനിങ്. അത് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോകുന്ന കണ്ടക്ടറിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ലൈനിനെയാണ് നമ്മൾ എർത്ത് വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എർത്ത് ലൈൻ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ സെർവ് ടു ഷീൽഡ് the line and intercept lightning stroke before it hits the current carrying conductor. അതായത് ഈ എർത്ത് വയർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ലൈറ്റ്നിങ് സ്ട്രോക്ക് വന്ന് വീഴുന്ന എർത്ത് ലൈനിലായിരിക്കും. അതിൻ്റെ അടിയിലായിരിക്കും കണ്ടക്ടർ ഉണ്ടാകുന്നത്. ഈ കണ്ടക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്ത് വയർ അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. എർത്ത് വയറിലൂടെ അത് ഗ്രൗണ്ടിലോട്ട് ആ ഡിസ്ചാർജ് പോവും. കണ്ടക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് വയർ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് വി ഗാർഡ്സ് എന്ന് പറയുന്നത്. വി ഗാർഡ്സ് എന്ന് പറയുന്നത് എന്തിനാ?
provided below the overhead line running along or across the streets to avoid the danger in case of the line break. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ് ലൈനിൻ്റെ താഴെയായിട്ടുള്ള പോർഷനാണ് വീക്ക് ഗോഡ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചർ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈന് ബ്രേക്ക് ആവുക, ഇൻ കേസ് ലൈന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്ത ലൈൻ എങ്ങോട്ട് വീഴരുത്, താഴോട്ട് ഗ്രൗണ്ട് ലെവലിലോട്ട് വീഴരുത്. കാരണം അതിലൂടെ നടക്കുന്ന ജീവികൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഷോക്ക് അടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് നേരെ വന്ന് വീഴേണ്ടത് എങ്ങോട്ടാണ്, വീക്ക് ഗോഡ്സിലോട്ടാണ്. അതിലുള്ളതൊക്കെ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീക്ക് ഗോഡ്സ് ഓവർഹെഡ് ലൈനിലുള്ള കണ്ടക്ടേഴ്സിന് താഴെയായിട്ട് കൊടുക്കുന്നതെന്ന് പറയാം. അതുപോലെ തന്നെ വേറൊന്ന് തന്നെയാണ് ഗാർഡ് വയേഴ്സ് എന്ന് പറയുന്നത്. അതും ഒന്നെങ്കിൽ എബവ് കൊടുക്കാം അല്ലെങ്കിൽ ബിലോ കൊടുക്കാം ട്രാൻസ്മിഷൻ ലൈനിൽ. അത് കണ്ടക്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗാർഡ് വയേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് കണ്ടക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മീഡിയം ആണ് ടു ക്യാരി ദ ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു എനർജീനെ, അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് അണ്ടർഗ്രൗണ്ട് ആയാലും ഓവർഹെഡ് ആയാലും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്, കണ്ടക്ടർ എന്ന് പറയുന്നത്. മുന്നത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ കോപ്പർ ആയിരുന്നു കണ്ടക്ടറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലുള്ള ഒരു മീഡിയം വന്നപ്പോൾ, അതായത് ഇപ്പോൾ നവേ ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അലുമിനിയാണ് കോപ്പറിനെ അപേക്ഷിച്ചിട്ട്. അലുമിനിയത്തിന് കുറേ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അലുമിനിയം ഇപ്പോൾ കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇറ്റ് ഹാസ് ലെസ്സർ കോസ്റ്റ് ദാൻ കോപ്പർ. കോപ്പറിനേക്കാളിലും കോസ്റ്റ് കുറവാണ് എന്തിന്, അലുമിനിയത്തിന്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഓഫേഴ്സ് ലാർജർ ഡയമീറ്റർ ഫോർ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് വിച്ച് റെഡ്യൂസസ് ദ കൊറോണ. അതായത് ഏത് എമൗണ്ട് ഓഫ് കറണ്ട് ആണെന്നുണ്ടെങ്കിലും സെയിം ലാർജർ ഡയമീറ്റർ ആണ് അത് ഓഫർ ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, കൊറോണ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോപ്പറാണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അലുമിനിയാണ് ബിക്കോസ് ഓഫ് ദിസ് ടു അഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, കൊറോണ എന്താണെന്ന്. കൊറോണ എന്ന് പറഞ്ഞാൽ എന്താ, കൊറോണ ഉണ്ടാവുന്നത് എന്തിലാണ്, ട്രാൻസ്മിഷൻ ലൈൻസിലാണ് കൊറോണ ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ രണ്ട് ലൈൻസിനിടയ്ക്ക് കുറച്ച് എയർ ഉണ്ടായിരിക്കും അല്ലേ, ഈ ലൈൻസ് ഒക്കെ ക്യാരി ചെയ്യുന്നത് ഒരു ഹൈ വോൾട്ടേജ് ആണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ്, ഒരു ക്രിട്ടിക്കൽ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ആ ക്രിട്ടിക്കൽ വോൾട്ടേജിനേക്കാളും മുകളിൽ പോയി കഴിഞ്ഞാൽ ഹയർ വോൾട്ടേജ്, അതിനേക്കാളും മുകളിലായി കഴിഞ്ഞാൽ ഹയർ വോൾട്ടേജ് വരും. ആ ഹയർ വോൾട്ടേജ് വരുന്ന സമയത്ത് ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, അയണൈസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ എയറിൽ എന്തുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അത് അയണൈസ് ചെയ്യാൻ തുടങ്ങും. ഇത് അയണൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ട്രാൻസ്മിഷൻ ലൈനിൽ എന്ത് കാണാൻ തുടങ്ങും, ഒരു വയലറ്റ് ലൈറ്റ് എറൗണ്ട് ദ കണ്ടക്ടർ വിത്ത് ഹിസ്സിങ് റൗണ്ട്, അതായത് ഹിസ്സിങ് സൗണ്ട്. അതായത് ഈ ട്രാൻസ്മിഷൻ ലൈനിന് ചുറ്റുമായിട്ട് ഒരു വയലറ്റ് നിറത്തിലുള്ള ഒരു സാധനം കാണാൻ തുടങ്ങും. ഒരു ചെറിയൊരു ഹിസ്സിങ് സൗണ്ട്, മുളല് പോലെ ഒരു വയലറ്റ് ഗ്ലോ കാണാൻ തുടങ്ങും. അതിനെയാണ് കൊറോണ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു അൺവാണ്ടഡ് തിങ് ആണ്, നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ്. ഇത് റെഡ്യൂസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നതിലൂടെ പറ്റും, അലുമിനിയം കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഈ കൊറോണ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ കൊറോണ എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് സിറ്റുവേഷനിൽ എയറിലുള്ള പാർട്ടിക്കിൾസ് അയഡൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വയലറ്റ് നിറത്തിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിന് ചുറ്റും ഒരു ഹിസ്സിങ് സൗണ്ടിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത്, കൊറോണ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ്, നമ്മൾ പറഞ്ഞു കുറേ തരത്തിലുള്ള കണ്ടക്ടേഴ്സ് നമ്മൾ കറണ്ട് ക്യാരിങ്ങിനനുസരിച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് AAC, ഓൾ അലുമിനിയം കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ലെസ്സർ സ്ട്രെങ്ത് ആൻഡ് മോർ സാഗ് പെർ സ്പാൻ ലെങ്ത് ദാൻ എനി അതർ കാറ്റഗറി. അത് പറഞ്ഞാൽ എന്താ, നമ്മൾ ബാക്കിയുള്ള കാറ്റഗറി കുറേ കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്, ആ കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ച് ഇതിനെന്ത് ചെയ്യും, ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവാണ്, അതുപോലെ സാഗ് കൂടുതലാണ്. അപ്പോൾ സ്ട്രെങ്ത് കുറവാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. അതുപോലെ സാഗ് കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എന്താ, ആ ലൈൻസ് ഇങ്ങനെ താഴോട്ട് തട്ടാൻ തുടങ്ങും. ട്രാൻസ്മിഷൻ, അതായത് രണ്ട് ടവേഴ്സ് ഉണ്ട് വിചാരിക്കുക, ഇൻ ബിറ്റ്വീൻ ആയിട്ട് കണ്ടക്ടർ ലൈൻ പോകുന്നുണ്ട് വിചാരിക്കുക, ആ ലൈൻ എന്താണ്,
താഴോട്ട് ഇങ്ങനെ വന്ന് താഴെ മുട്ടാൻ തുടങ്ങും. താഴെ മുട്ടാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അത് താഴെ മുട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നടക്കുമ്പോഴൊക്കെ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് സാഗ് കൂടുതലാവാനും പാടില്ല, സ്ട്രെങ്ത് കുറയാനും പാടില്ല. അപ്പോൾ സാഗ് കൂടുതലാവും എന്നുള്ളൊരു സിറ്റുവേഷൻ AACയിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അതെന്ത് ചെയ്യണം, ലെസർ സ്പാനിലാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ AAC എന്ന് പറയുന്നത് നമ്മൾ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. ലെസർ സ്ട്രെങ്ത് ആയതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. അതുപോലെ ഇറ്റ് ഹാസ് സ്ലൈറ്റ്ലി ബെറ്റർ കണ്ടക്ടിവിറ്റി അറ്റ് ലോവർ വോൾട്ടേജ് ദാൻ ACSR. ലോവർ വോൾട്ടേജ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ AAC എന്ന് പറയുന്നത് ACSRനേക്കാളും യൂസ്ഫുൾ ആണ്. ACSR എന്ന് പറഞ്ഞാൽ അലുമിനിയം കോയിൽ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ മെച്ചമുണ്ട് ലോവർ വോൾട്ടേജിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഈ രണ്ടിൻ്റെയും AACയുടെയും ACSRൻ്റെയും കോസ്റ്റ് ഏകദേശം സിമിലർ ആണ്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഒന്ന് ഓൾ അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ്, മുകളിൽ കാണിച്ചത് എല്ലാ അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ്. ഇനി AAC എന്ന് പറയുന്നതാണ് അടുത്തത്, ഓൾ അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സ്. അതാണ് ഈ രണ്ടാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. അതായത് AAC എന്ന് പറഞ്ഞാൽ ഓൾ അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് മെറ്റൽ കൂടി ചേർന്നതോ അല്ലെങ്കിൽ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കൂടെ കൂടിച്ചേർന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്, അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തേൽ അലുമിനിയം ഉണ്ട്, അലോയും ഉണ്ട്. ഫസ്റ്റത്തെ AACയിൽ ഓൾ അലുമിനിയം, എല്ലാം അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓൾ അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സ് ആണ്. അതിൻ്റെ ഫിഗർ നേരത്തെ നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ സെയിം കൺസ്ട്രക്ഷനാണ് AACൻ്റെ. ഓൾ അലുമിനിയം കണ്ടക്ടേഴ്സിൻ്റെ അതേ സെയിം കൺസ്ട്രക്ഷനാണ് അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സിനുള്ളത്. പക്ഷെ ഒരു ഡിഫറൻസ് അതിൽ അലോയ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓൾ അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സിൻ്റെയും ACSRൻ്റെയും അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടക്ടേഴ്സാണ് ACSR. അതിൻ്റെയും സ്ട്രെങ്ത് ഏകദേശം ഈക്വൽ ആണ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് വെച്ചാൽ അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സിൽ അലോയ് ആണ്, അലുമിനിയം സ്റ്റീൽ റീൻഫോഴ്സ്ഡിൽ എന്താണുള്ളത്, സ്റ്റീലാണുള്ളത്. ആ സ്റ്റീലിന് എന്താണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണെന്നുള്ളത്, ആബ്സെൻസ് ഓഫ് സ്റ്റീൽ. അതായത് ഈ ഒരു ACSRൽ എന്താണ്, സ്റ്റീൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അലോയിൽ സ്റ്റീൽ ഇല്ല. സ്റ്റീൽ ഇല്ലാത്തതുകൊണ്ട് ഈ AAC എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ദി പ്രസൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് അലോയ് മേക്ക് ഇറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ അടുത്തൊരു കണ്ടക്ടേഴ്സ് ACSRൽ എന്താണ്, അലോയ്, അതായത് അലോയ് ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. ഇതിലെന്താണ്, അലോയ് ഉണ്ട്, മറ്റേതിൽ സ്റ്റീലാണ്. പക്ഷേ ഇതിൽ അലോയ് ഉള്ളത് കൊണ്ട് എന്താണ്, ഇത് എക്സ്പെൻസീവ്, അതായത് വില കുറച്ചും കൂടെ കൂടുതലാണ് കേട്ടോ, വില കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ ഡ്യൂ ടു സ്ട്രോങ്ങർ ടെൻസൈൽ സ്ട്രെങ്ത് ദാൻ AAC ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ്ങർ സ്പാൻസ്. ലോങ്ങർ സ്പാനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, AAC യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അലുമിനിയം കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ച് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ് എന്തിന്, അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സ്. ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണെന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ ആ ഒരു കണ്ടക്ടേഴ്സിനെ വലിച്ചു നീട്ടുമ്പോൾ അതെന്ത് ചെയ്യില്ല, ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, AAC കുറച്ചും കൂടെ ലോങ്ങർ സ്പാൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇതിനെന്താണ്, ലെസർ സാഗ് ആയിരിക്കും അലുമിനിയം കണ്ടക്ടേഴ്സിനെ അപേക്ഷിച്ച്. അലുമിനിയം അലോയ് കണ്ടക്ടേഴ്സിന് ലെസർ സാഗ് ആയിരിക്കും. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്. അടുത്തത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ACSR ആൻഡ് AAC ഇസ് ദ വെയ്റ്റ്. അതായത് ACSRൽ എന്തുണ്ട്, സ്റ്റീൽ ഉള്ളതുകൊണ്ട് ഇത് ലൈറ്റ് ഇൻ വെയിറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് ACSR എന്ന് പറയുന്ന അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. ഇതിലെന്താന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ്ങർ സ്പാൻസ് കീപ്പിംഗ് സാഗ് മിനിമം. ഇതെന്ത് ചെയ്യാം, ലോങ്ങർ സ്പാൻസിൽ യൂസ് ചെയ്യാൻ പറ്റും, സാഗ് മിനിമം ആവുകയും ചെയ്യും. നമുക്ക് വേണ്ട എന്താ, ലോങ്ങർ സ്പാനിൽ യൂസ് ചെയ്യണം, സാഗ് മിനിമം ആവും വേണം. അതായത് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാവണം, അതായത് വലിച്ചു നീട്ടിയാലും പൊട്ടിപ്പോകാൻ പാടില്ല. അങ്ങനത്തെ കണ്ടക്ടേഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്, 7 മുതൽ 12 സ്ട്രാൻഡ്സ് വരെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രേക്കേജ്, അതായത് പൊട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. സ്കിൻ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. സ്കിൻ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്കിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ കേസിൽ ആ കറണ്ട് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മളുള്ള വെച്ചാൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ സർഫസിലാണ് എന്നുള്ളതാണ് സ്കിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതൊരു അൺഡിസൈറബിൾ വണ്ണാണ്. ആ സ്കിൻ ഇഫക്റ്റ് മിനിമൈസ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റും, നമ്മളുടെ ഈ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീൻഫോഴ്സ്ഡിനെ കൊണ്ട് പറ്റും.
ഇതാണ് ACSR കേബിൾ എന്ന് പറയുന്ന അലുമിനിയം കണ്ടക്ടർ കാണിച്ചിട്ടുണ്ട്, സ്റ്റീലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് കേബിളാണ് ACSR, അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീൻഫോഴ്സ്ഡ് കേബിൾ എന്ന് പറയും. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞത് മെയിൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ട്രാൻസ്മിഷൻ ലൈനിലുള്ളത് ഏതാണ്? കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോൾസിനെ കുറിച്ചിട്ടാണ്. പോൾസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഒക്കെ സപ്പോർട്ട്സ്, ക്രോസാംസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോൾസ് ഉണ്ട്. സ്റ്റീൽ ട്യൂബുലാർ പോൾസ് ഉണ്ട്, സ്റ്റീൽ റെയിൽ പോൾസ് ഉണ്ട്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഉണ്ട്, പ്രീ സ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് പോൾസും ഉണ്ട്. അങ്ങനെ ധാരാളം ടൈപ്സ് ഓഫ് പോൾസ് ഉണ്ട്. പോൾസ് എന്ന് പറയുന്നത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കണ്ടക്ടേഴ്സ് അതിൻ്റെ ഗ്രൂവിലാണ് പ്ലേസ് ചെയ്തിരിക്കുക. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, കറണ്ട് അതിലൂടെ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ധാരാളം ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ്, സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ്, ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്, സ്റ്റേ ഇൻസുലേറ്റേഴ്സ്. ഇനി എന്താണ് പിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാലങ്ങളിലൊക്കെ യൂസ് ചെയ്ത ഓവർഹെഡ് ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിൻ ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമ്മൾ 33 kV സിസ്റ്റത്തിൽ നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ക്യാൻ ബി 1 part, 2 part or 3 part ടൈപ്പ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്ലിക്കേഷൻ ഓഫ് വോൾട്ടേജ്. ചെറിയ, അതായത് ലോ വോൾട്ടേജ് സിസ്റ്റം ആണെങ്കിൽ ഒരു പീസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഹയർ വോൾട്ടേജിലൊക്കെ ആണെങ്കിൽ 2 or 3 പീസുകൾ നമ്മൾ പിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പോർസിലിൻ ഓർ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻസുലേറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിലേറ്റവും ബോട്ടം ഇൻസുലേറ്റേഴ്സ് ആണ് എന്തിനെ ക്യാരി ചെയ്യുന്നത്? കണ്ടക്ടേഴ്സിനെ ക്യാരി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഓരോ ഇൻസുലേറ്റേഴ്സിനെയും നമ്മൾ പറയുന്നത് ഡിസ്ക് എന്നാണ്. ഇനി സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് മസ്റ്റ് ഹാവ് കൺസിഡറബിൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആസ് വെൽ ആസ് എ നെസസറി ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. അതായത് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇനി അടുത്തതായിട്ട് സ്റ്റേ ഇൻസുലേറ്റേഴ്സ് ആണ്. സ്റ്റേ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ലൈൻസ് ദ സ്റ്റേസ് ആർ ടു ബി ഇൻസുലേറ്റഡ് ഫ്രം ഗ്രൗണ്ട് അറ്റ് എ ഹൈറ്റ്. അതായത് സ്റ്റേ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ലൈൻസിൽ നമ്മൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഇത്ര ഹൈറ്റിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്ന സ്റ്റേസ് വെച്ചിട്ടുണ്ടായിരിക്കാം. ദ ഇൻസുലേറ്റേഴ്സ് യൂസ്ഡ് ഇൻ സ്റ്റേ വയർ ഇസ് കോൾഡ് സ്റ്റേ ഇൻസുലേറ്റേഴ്സ്. സ്റ്റേ വയറിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻസുലേറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു പോൾസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു വശത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും? സ്റ്റേസ് വെച്ചിട്ടുണ്ടാകും. സ്റ്റേസ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ഇൻക്ലൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേ നമ്മൾ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുന്നത്. ആ സ്റ്റേയിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻസുലേറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റേ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഷാക്കിൾ ഇൻസുലേറ്റേഴ്സിൻ്റെ വേറൊരു പേരാണ് സ്പൂൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ലോ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലാണ് ഇത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പൊസിഷനിലും നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ദ യൂസ് ഓഫ് സച്ച് ഇൻസുലേറ്റേഴ്സ് ഡിക്രീസസ് റീസെൻ്റ്ലി ആഫ്റ്റർ ഇൻക്രീസിങ് ദ യൂസ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ പർപ്പസ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ പർപ്പസിന് നമ്മൾ പറഞ്ഞു അണ്ടർഗ്രൗണ്ട് കേബിളും യൂസ് ചെയ്യാമെന്ന്. അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ യൂസേജ് കൂടി വരുന്നതുകൊണ്ട് ഈ ഒരു ഷാക്കിൾ ഇൻസുലേറ്ററിൻ്റെ ഉപയോഗം കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ടുള്ള മേജർ കോമ്പണൻ്റ് ആണ് സ്റ്റേസ് ഓർ ഗൈസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ദ പോൾ ഓർ സപ്പോർട്ട് ഓഫ് ആൻ ഓവർഹെഡ് ലൈൻ യൂസ്ഡ് അറ്റ് ആംഗിൾ 90 degree ടേൺ ഓർ ടെർമിനേഷൻ which experience a pull on one side only and lead to tilt the pole in the direction of the line. അതായത് സ്റ്റേസ് എന്ന് പറഞ്ഞാൽ ഒരു പോളിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ സ്റ്റേസ് കൊടുക്കുക. ടു പ്രിവെൻറ്റ് ദിസ്, അതായത് പോൾ ടിൽട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേസ് ഓർ ഗൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ചെരിഞ്ഞിട്ട് ഒരു വയർ അതിൻ്റെ ആ പോൾസിനോട് ചേർന്നിട്ട് ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സ്റ്റേസ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള സ്റ്റേസ് ഉണ്ട്. സ്ട്രട്ട് ഗേ ഉണ്ട്, സ്ട്രാൻഡേർഡ് സ്റ്റീൽ വയർ ഗേ ഉണ്ട്. ഈ ചിത്രത്തിൽ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഗൈ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതുതന്നെയാണ് സ്റ്റേ ഇൻസുലേറ്റർ. അതായത് സ്റ്റേ വയറിൽ കാണുന്ന ഇൻസുലേറ്ററാണ് സ്റ്റേ ഇൻസുലേറ്റർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പോള് കാണിച്ചിട്ടുണ്ട്. പോളിനോട് ഒരു പോളിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റേസ് അല്ലെങ്കിൽ ഗൈസ് കാണിച്ചിരിക്കുന്നത്.
ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഗൈ ഓർ സ്റ്റേ ഇൻസുലേറ്റേഴ്സ്. ആ ഒരു വയറിനെയാണ് നമ്മൾ ഗൈസ് ഓർ സ്റ്റേസ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പോൾസിന് ചേർന്ന് പിടിച്ചിരിക്കുന്നത്, പോൾസൊക്കെ ടിൽട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ് ഗോഡിങ്സ് എന്ന് പറയുന്നത്. ഗോഡിങ് എന്ന് പറയുന്നത് എന്താ? ഗോഡിങ് ഈസ് പ്രൊവൈഡഡ് ഫോർ സേഫ്റ്റി പർപ്പസ്. സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗോഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗോഡിങ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ഓൺ സപ്പോർട്ട്സ് അറ്റ് റോഡ് ക്രോസിംഗ്, റെയിൽവേ ക്രോസിംഗ്, കനാൽ ക്രോസിംഗ്. ഈ ഒരു അതായത് റോഡ് ക്രോസിങ്ങിൻ്റെ സ്ഥലത്ത്, റെയിൽവേ ക്രോസിങ്ങിൻ്റെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഗോഡിങ്സ് പ്രൊവൈഡ് ചെയ്ത്. എന്തിനാണ് ഗോഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഈ എന്തെങ്കിലും ഒരു ബ്രേക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്മിഷൻ ലൈനിലെ കണ്ടക്ടേഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആവാനുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഈ ഒരു ആദ്യം ചാടുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ഗോഡിങ്ങിലോട്ടായിരിക്കും. നേരെ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോഡിങ്സ് കൊടുത്തിട്ടുണ്ടാകും. ആ ഗോഡിങ്സിലോട്ടാണ് ആദ്യം ചെയ്യുക, അതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഗോഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗോഡ്സ് അതിൻ്റെ അറേഞ്ച്മെൻറ്റിനനുസരിച്ച് 2 ടൈപ്പാണുള്ളത്. ക്രാഡിൽ ഗോഡ്സും ഉണ്ട്, കേജ് ഓർ ബോക്സ് ഗോഡ്സും ഉണ്ട്. അതിൽ ക്രാഡിൽ ഗോഡ്സിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുണ്ട്. 2 ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാഡിൽ ഗോഡ്സ് എന്ന് പറയുന്നത്. ഇത് വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കേജ് ഓർ ബോക്സ് ഗാർഡ്സ് എന്ന് പറയുന്നത്, ക്രാഡിൽ ഗോഡ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫാഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേജ് ഓർ ബോക്സ് ഗാർഡ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാഷനിലാണ്. കേജ് ഓർ ബോക്സ് ഗാർഡ്സ് എന്ന് പറയുന്നത് കേജ് ഫോമിലായിരിക്കും, ഒരു കൂട് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ബോക്സ് ഫോമിലായിരിക്കും ഗാർഡ്സ് കൊടുത്തിട്ടുള്ളത്. അത് വെർട്ടിക്കൽ പൊസിഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ക്രോസാം ആണ്. ക്രോസാം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോൾസിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ക്രോസ് ആം എന്ന് പറയുന്നത്. ക്രോസാം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ആ ക്രോസാമിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഇൻസുലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ആ ഇൻസുലേറ്റേഴ്സിൻ്റെ ഗ്രൂവിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നാണ്